കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വേഗത്തിൽ ഒരു വാക്യത്തിൽ കൂടെ കടന്നു വരാം. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 31 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 31 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ. മതി, സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, സ്തോത്രം. വിശുദ്ധ ബൈബിളിൽ ധാരാളം പ്രാർത്ഥനകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതിൽ ശിഷ്യന്മാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്, പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്. സ്തോത്രം. ഇങ്ങനെ ജാതികൾ പ്രാർത്ഥിച്ചതുവരെ എന്ത് ചെയ്യുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവസന്നിധിയിൽ വളരെ പ്രാധാന്യമുണ്ട്. സ്തോത്രം. അപ്പൊ ഈ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രാർത്ഥനയെ അപഗ്രഥിച്ചൊന്ന് പഠിച്ച് ചില ചിന്തകൾ, സ്തോത്രം, ചില ആലോചനകൾ, ദൂതുകൾ നിങ്ങളുമായി പങ്കുവെച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം. ഇങ്ങനെയാണ് കാണുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ, ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. കാത്തിരുന്ന് ദൈവത്തിന്റെ ശക്തി പ്രാപിച്ച്, ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് അപ്പോസ്തലന്മാർ പ്രാർത്ഥനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് എന്ത് ചെയ്യാണ്, പോകുകയാണ്. സ്തോത്രം. പോകുന്ന വഴിയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ട് ദീർഘനാളുകളായിട്ട്. സ്തോത്രം. അവന് 40-ലധികം പ്രായം ഉണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്തോത്രം, വിശുദ്ധ ബൈബിളിൽ തന്നെ രേഖയുണ്ട്. അപ്പൊ അത്രയും കാലപ്പഴക്കമുണ്ട് അവന്റെ വിഷയത്തിന്. സ്തോത്രം. അവിടെയാണ് പത്രോസും യോഹന്നാനും കൂടെ കടന്നു ചെല്ലുന്നു. അവൻ ഇവരെ ഉറ്റുനോക്കുന്നു. സ്തോത്രം. അവന് സൗഖ്യമാകുവാൻ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കി. സ്തോത്രം. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവനെ കരത്തിന് പിടിച്ചെന്ത് ചെയ്തു, എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. അങ്ങനെ അവൻ ആലയത്തിനകത്തേക്ക് എന്ത് ചെയ്തു, പോയി. ഈ സംഭവിച്ചത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ബഹുപുരുഷാരം അവിടേക്ക് എന്ത് ചെയ്തു, ഓടി വന്നു. സ്തോത്രം. ഓടി വന്നതിന്റെ നടുവിൽ പത്രോസ് നല്ല ഉഗ്രനൊരു പ്രസംഗം എന്ത് ചെയ്തു, പ്രസംഗിച്ചു. അത് ദൈവാത്മാവിൽ പ്രസംഗിച്ചു. ഈ പ്രസംഗിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, സ്തോത്രം, ചേവകന്മാര് വരുന്നുണ്ട്. അതുപോലെ സ്തോത്രം അന്നത്തെ പട്ടാളം എല്ലാം കൂടെ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ടവരെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, പോയി. സ്തോത്രം. നോക്കിക്കേ, ഒരു മനുഷ്യന് ദൈവാത്മാവിൽ, സ്തോത്രം, ഒരു വിടുതല് സംഭവിച്ചപ്പോ, സ്തോത്രം, ആ അഭിഷക്തന്മാരെ, അതിന് മുഖാന്തരമായി നിന്നവരെ എവിടേക്ക് കൊണ്ടുപോയി, സ്തോത്രം, പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. പിടിച്ചുകൊണ്ടുപോയി ഇവര് പിറ്റേ ദിവസം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുക. സ്തോത്രം. മഹാപുരോഹിതന്മാരുടെ മുഖത്ത് നോക്കി പത്രോസ് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ലെന്ന് വളരെ ധൈര്യത്തോടെ എന്ത് ചെയ്തു, പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായി, ഇവർ യേശുവിനോട് കൂടെയുള്ളവരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്, സാമാന്യരാണ്. പക്ഷേ അവരുടെ അസാധാരണമായ ധൈര്യത്തെ എന്ത് ചെയ്തു, ഇവർ കണ്ടു. സ്തോത്രം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, സ്തോത്രം, ഈ സംഭവം എല്ലാം കഴിഞ്ഞു. ഇവര്, സ്തോത്രം, ഒരു ചർച്ചയൊക്കെ നടന്നു. ഇതെന്ത് ചെയ്യും, ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്ക്, സ്തോത്രം, ഭീഷണിപ്പെടുത്തി. 4:18 ഇങ്ങനെയാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയാണ്, പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചു. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? നീ ഉപദേശിക്കരുത്, സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച്, വളരെ തർജനം ചെയ്ത്, ഭീഷണിപ്പെടുത്തി ഈ 2 അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടു. സ്തോത്രം. ഇവര് നേരെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാണ്, ചെല്ലുകയാണ്. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ 23 തുടങ്ങിയാണ് ഈ പ്രാർത്ഥനയുള്ളത്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അടുത്ത പദം, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ പ്രാർത്ഥനയിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മുമ്പിൽ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്നു, ഭീഷണി നിൽക്കുന്നു. സംസാരിക്കരുത്, ഉപദേശിക്കരുത്, മിണ്ടാൻ പാടില്ല. സ്തോത്രം. ഇങ്ങനെ ഒരു ഭീഷണി മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് സഭയോട് എന്ത് ചെയ്തു, ഇവര് വന്ന് പറഞ്ഞു. സ്തോത്രം.
സഭയോട് പറയുമ്പോൾ സ്തോത്രം അവിടെ നമ്മൾ ഇങ്ങനെയാ കാണുന്നത്. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്. സ്തോത്രം. ഒരു വലിയ പ്രതിസന്ധി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് സഭയോടുള്ള ബന്ധത്തിലായിക്കോട്ടെ, സ്തോത്രം, വ്യക്തിപരമായിക്കോട്ടെ, കുടുംബത്തോടുള്ള ബന്ധത്തിലായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ഒരു ഐക്യം എന്ത് ചെയ്യാണ്? രൂപപ്പെടുക. സ്തോത്രം. ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ രണ്ടുപേർ ഐക്യമെത്തപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്തോത്രം എന്ത് ചെയ്യും? അത് നൽകിത്തരും. ഒന്നോ സ്തോത്രം ഒരു വലിയ 10 പേരെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പല പ്രാർത്ഥനാ യോഗങ്ങളും നടക്കില്ലായിരുന്നു. നമ്മുടെ പല ഉപവാസ പ്രാർത്ഥനകളും ചെയ്യാൻ നമുക്ക് ധൈര്യം ഉണ്ടാകത്തില്ലായിരുന്നു. സ്തോത്രം. കാരണം 10 പേരൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. പക്ഷേ ഇവിടെ പറയുകയാണ്, 2 പേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതെന്ത് ചെയ്യാം? നൽകിത്തരാം. നിങ്ങൾ നോക്കൂ. സ്തോത്രം. ആ സഭ ഒന്നടങ്കം സ്തോത്രം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ അവരൊരുമിച്ച് നിന്നു. സ്തോത്രം. ഇന്ന് പകൽ എനിക്ക് സഭയോട് പറയാനുള്ളത്, ഭീഷണികൾ ഉയരുമ്പോൾ, സ്തോത്രം, മിണ്ടരുതെന്നുള്ള കൽപ്പനകൾ വരുമ്പോൾ, ഈ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ സ്തോത്രം ഭരണതലത്തിൽ ഇരിക്കുന്നവരുടെ കൽപ്പനകൾ നമുക്ക് നേരെ കടന്നു വരുമ്പോൾ, സ്തോത്രം, തിരിച്ചൊന്നും പറയാൻ പോകണ്ട. പ്രാർത്ഥനയ്ക്കായിട്ടൊന്ന് ഒരുമനപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നാൽ മതി. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പരിഹാരം ഉണ്ടാകും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഒരു ഐക്യത രൂപപ്പെടുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. സ്തോത്രം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാതെ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം. സഭയ്ക്ക് നേരെ വരുന്ന വെല്ലുവിളികൾക്കകത്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാതെ ഒരുമിച്ച് നിന്ന് പൊരുതാൻ സ്തോത്രം നമ്മളൊന്ന് തയ്യാറാകണം. അങ്ങനെയെങ്കിൽ ചില വിടുതലുകളോടെ നമുക്ക് എഴുന്നേൽക്കുവാനായിട്ട് കഴിയും. ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോഴാണ് ഐക്യം രൂപപ്പെടുന്നത്. സ്തോത്രം. ഞാൻ ഈ ബൈബിളിലെല്ലാം ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ എനിക്കത് മനസ്സിലായി. സ്തോത്രം. ഈ പ്രതിസന്ധികളെല്ലാം അവരെ ചിതറിച്ചില്ല, അവരെ ചേർത്ത് നിർത്തിയെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുമോ? മുമ്പിലുള്ള പ്രതിസന്ധി നമ്മളെ ഭാരപ്പെടുത്തുന്നതല്ല, അതൊന്നുകൂടെ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തോട് ചേർത്ത് നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതുമാണ്. നോക്കിക്കേ, സഭ അങ്ങനെ ഒരുമിച്ച് എന്ത് ചെയ്തു? വന്നു. സ്തോത്രം. അപ്പൊ ഒന്നാമത് ഒരു ഐക്യം എന്ത് ചെയ്തു? രൂപപ്പെട്ടു. ഒരു മനസ്സോടെ അവരെന്ത് ചെയ്തു? പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം ഇരുന്നു. അടുത്തത് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. 24-ാമത്തെ വാക്യം. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്. സ്തോത്രം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. സ്തോത്രം. എന്നെ ആ പദം വളരെ ബലപ്പെടുത്തി. സ്തോത്രം. ഡയറക്റ്റ് ദൈവസന്നിധിയിൽ ചെന്ന് വിഷയത്തെ അങ്ങ് അവതരിപ്പിക്കുകയല്ല ചെയ്തത്. അവിടെ അവർ പ്രാർത്ഥിച്ചു തുടങ്ങിയത് എങ്ങനെ? ആകാശവും ഭൂമിയും സമുദ്രവും ആ അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധി പോലും ആ പ്രതിസന്ധിയെയും നീ ഉണ്ടാക്കിയതാ. സ്തോത്രം. ആ ആളുകൾ നിന്റെ ആളുകളാ. സ്തോത്രം. ഇതിന്റെ എല്ലാം ഭരണതലം അല്ലെങ്കിൽ ഇതിനെല്ലാം ഭരിക്കുന്നത് സ്തോത്രം നീയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം. ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. ഇന്ന് പകലിൽ നിന്റെ പ്രശ്നത്തിന്റെ വലിപ്പമല്ല, നിന്റെ ദൈവത്തിന്റെ വലിപ്പമാണ് നീ തിരിച്ചറിയേണ്ടത്. നീ നിന്റെ പ്രശ്നത്തെ വലുതായി കാണുന്നത് കൊണ്ട് നീ നിന്റെ ദൈവത്തെ ചെറുതായി കാണുന്നു. എന്നാൽ ഇതൊന്ന് തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രശ്നത്തെ ചെറുതായി കാണുകയും നിന്റെ ദൈവത്തെ വലുതായി കാണുകയും ചെയ്യണം. സ്തോത്രം. ഗോലിയാത്തും ദാവീദും തമ്മിലുള്ള ഒരു യുദ്ധമൊക്കെ നമുക്കറിയാം. ഏലാ താഴ്വരയിൽ വലിയ യുദ്ധം നടക്കുക. 40 ദിവസം നിന്നൊരു മല്ലൻ മുന്നോട്ട് കടന്നു വന്ന് വെല്ലുവിളിക്കുമ്പോൾ, സ്തോത്രം, നോക്കിക്കേ, ആയുധപാണികളായി നിൽക്കുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. യുദ്ധം അഭ്യസിച്ചവരുണ്ട്, പട്ടാളത്തിലുള്ളവരുണ്ട്, ഈ ദാവീദിന്റെ കുടുംബത്തിലുള്ളവർ പോലും അവിടെയുണ്ട്. അരക്കച്ചയും എന്ന് വേണ്ട എല്ലാ ആയുധങ്ങളുമായിട്ട് നിൽക്കുകയാ. പക്ഷെ ഒരുത്തനും മുന്നോട്ട് ചെന്ന് ആ മല്ലനോടൊന്ന് പൊരുതാൻ എന്ത് ചെയ്തില്ല? അവർക്ക് കഴിഞ്ഞില്ല. അവർ പറയുന്ന ചില പ്രസ്താവനകളുണ്ട്. അവൻ
ബാല്യം മുതൽ യോദ്ധാവാണെന്നൊക്കെ പറയുമ്പോ ദാവീദ് നോക്കിക്കേ, ഒരു ഇടയ ചെറുക്കൻ, അവൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവൻ ആകപ്പാടെ ആടുകളെ തീറ്റിക്കൊണ്ട് നടക്കാൻ അറിയാം. കിന്നര വായനയിൽ അവൻ നിപുണനാണ്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. ഇതിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരുവൻ, ദൈവത്തിന് സ്തോത്രം, അവൻ മുന്നോട്ട് കടന്നു വന്നിട്ട് ചേട്ടന്മാരും രാജാവൊക്കെ കൊടുത്ത പടച്ചട്ടയൊക്കെ ഇട്ടു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും അവന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവൻ മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ സ്തോത്രം, ആ തോട്ടിൽ നിന്നും പറക്കിയെടുത്ത ആ പൊക്കണത്തിലെ 5 കല്ലല്ല അവന്റെ ബലം, മറിച്ച് അവൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ അറിയാം. അവൻ സ്തുതിക്കുന്ന ദൈവം ആരാണെന്ന് അറിയാം. ആ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ അവൻ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ശത്രുവിന്റെ വലിപ്പം നോക്കാതെ ശത്രു അവന്റെ മുമ്പിൽ വീഴുവാനായിട്ടിടയായി തീർന്നതെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദനെ, മുന്നിൽ നിന്ന് ആരൊക്കെ വെല്ലുവിളിച്ചാലും, മുന്നിൽ എത്ര പ്രതിസന്ധി ഉയർന്നാലും, ഇന്ന് പകൽ ചെങ്കടലിനെ അല്ല നീ കാണേണ്ടത്, യെരിഹോ കോട്ടയല്ല നീ കാണേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നീ ജീവനുള്ള ദൈവത്തെ കാണണം. ഇതിനെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവത്തെ കാണണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യെരിഹോ കോട്ട കണ്ട് നീ പേടിക്കരുത്. യെരിഹോ കോട്ട കണ്ട് പേടിക്കരുത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ചിന്തകൻ പറഞ്ഞ ചിന്ത എന്നെ വല്ലാതെ അതങ്ങ് പിടിച്ചു വെച്ചു. സ്തോത്രം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യെരിഹോ കോട്ട ഇവരുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയായിട്ട് നിൽക്കുക. ഒരു പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന വലിയ പ്രതിസന്ധി. സ്തോത്രം. സാധാരണ പിശാച് അലർന്ന സിംഹം പോലെ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ആരെ വിഴുങ്ങണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുക. അവനാണ് നമുക്ക് ചുറ്റും എന്ത് ചെയ്യുന്നത്? ചുറ്റി നടക്കുന്നത്. പക്ഷേ ദൈവകൃപ പ്രാപിച്ച ദൈവജനം, സ്തോത്രം, ഈ പിശാചിന് ചുറ്റും എന്ത് ചെയ്തു? ചുറ്റി. സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിന്നെ ചുറ്റിക്കാൻ വരുന്ന, നിന്നെ ചുറ്റിക്കുന്നതിന്റെ പുറത്ത് നീ ഒന്ന് ചുറ്റണം. സ്തോത്രം. അതൊന്ന് ചുറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, അത് വിടുതല. ദൈവത്തിന് സ്തോത്രം. അയ്യോ ഇതെന്നെ ചുറ്റുന്നല്ലോ എന്ന് പറഞ്ഞ് നീ ഭാരത്തോടെ പേടിച്ച് വീടിനകത്തിരിക്കുകയല്ല വേണ്ടത്. നിന്നെ ചുറ്റുന്നതിന് നീ ചുറ്റണം. ദൈവത്തിന് സ്തോത്രം. അതിന് ചുറ്റും 7 തവണ, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റിയപ്പോൾ അത് തകർന്ന് വീഴുവാനായിട്ട് ഇടയായി തീർന്നതെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ പൈതലേ, ദൈവത്തിന്റെ ജനമേ, വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആകാശവും ഭൂമിയും അതിലുള്ള സകലതും സമുദ്രവും ഉൾപ്പെടെ ഉണ്ടാക്കിയ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്, നാം ആരാധിക്കുന്നത്. ദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ കണ്ണിന് മുമ്പിൽ വിടുതലുകൾ കാണാൻ കഴിയും. അപ്പൊ നോക്കിക്കേ, സ്തോത്രം, അവരാദ്യം ഐക്യമെത്തിപ്പെട്ടു. രണ്ടാമത് ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, അതിന്റെ സ്തോത്രം 25 തുടങ്ങി നമ്മൾ വായിച്ചു വരുമ്പോൾ അവരൊരു വാക്യം അവിടെ പറയുന്നുണ്ട്. ഒരു വാക്യം പറയുന്നുണ്ട്. വായിച്ച 25, 26. സ്തോത്രം. ഒരു വാക്യം എടുത്തു വെച്ച് അവരെന്ത് ചെയ്യാണ്? പ്രസ്താവിക്കുക, പ്രാർത്ഥിക്കുക. സ്തോത്രം. നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വാചകങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വാക്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇത് 2ാമത്തെ സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വേദവാക്യങ്ങളാണ്. ഇത് സ്തോത്രം ഇവരെന്ത് ചെയ്യാണ്? ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നോക്കിക്കേ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരുമനപ്പെട്ടു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ വിലുപ്പം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, അടുത്തൊരു മെതേഡ് അവിടെ അവർ യൂസ് ചെയ്യുന്നത് വചനം വെച്ച് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. വചനം, ആ വചനം, കർത്താവ് വഹിക്കുന്ന വചനം, അത് വെറുതെ മടങ്ങി വരികത്തില്ല. അത് അതിൻ്റെ പ്രവൃത്തി ചെയ്ത് എന്ത് ചെയ്യത്തുള്ളൂ? മടങ്ങി വരികയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവമായിട്ട് നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ, ഒരു സിറ്റുവേഷനുമായിട്ട്, ഒരു സന്ദർഭവുമായിട്ട് നമ്മൾ കൂട്ടിമുട്ടുമ്പോൾ, സ്തോത്രം, ഞാൻ പറയട്ടെ, സ്തോത്രം, ദാനിയേൽ കിടക്കുന്ന സിംഹക്കുഴി നമ്മുടെ അനുഭവമാകുന്നത് എങ്ങനെയാണ്? നമ്മളിങ്ങനെ പരാമർശിച്ചു പോകാറില്ലേ? നീ എത്ര കുഴിക്കകത്ത് കിടന്നാലും ഒരു സിംഹത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ, നമ്മൾ കരങ്ങളടിച്ച് ആർത്ത് വിളിച്ച് ദൈവസന്നിധിയിൽ ആ ദൂത് നമ്മൾ എന്ത് ചെയ്യും? ഏറ്റെടുക്കും. അതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നല്ല, ആ വചനത്തെ നമ്മളങ്ങ് സ്വീകരിക്കുക. ആ അനുഭവം നമ്മുടെ അനുഭവമാകുക. സ്തോത്രം. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. EMI അടയ്ക്കുന്നവരോട് കൂടെ ദൈവം ഉണ്ടെന്ന് ബൈബിളിൽ എങ്ങുമില്ല, അല്ലേ? ബൈബിളിൽ എങ്ങുമില്ല. സ്തോത്രം.
പക്ഷെ നമ്മളതെങ്ങനെ ഏറ്റെടുക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വചനം വെളിപ്പെടും. ഏതാ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ അത് പൂർണ്ണമായി തീർത്ത് തരുമെന്ന് നമ്മൾ പറയുമ്പോൾ ആ വചനം നമ്മുടെ വിഷയത്തിനകത്ത് കയറി എന്ത് ചെയ്യാണ്? ഇടപെടുക. ആ വചനം നമ്മുടേതായി മാറുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം നോക്കിക്കേ. ആ വചനം 2-ാം സങ്കീർത്തനത്തിലെ വചനം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. ദൈവത്തിനു സ്തോത്രം. ആ വചനം അവരഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് പകലിൽ സ്തോത്രം, ഏത് പ്രതിസന്ധിയും തകർക്കാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ വചനം. സ്തോത്രം. അത് പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് തിരുവചനം പറയുമ്പോൾ പ്രിയപ്പെട്ടവർ, എത്ര കല്ലുപോലെ നമ്മുടെ മുമ്പിൽ ആ പ്രതിസന്ധി വന്നു നിന്നാലും ആവർത്തിച്ച് ചുറ്റിക കൊണ്ട് അതിനെ അടിക്കുമ്പോൾ, സ്തോത്രം, ആ വചനം പറഞ്ഞുകൊണ്ട് അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് വിടുതലുണ്ടാകുമെന്ന് ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ ഒരു സാധാരണ പ്രാർത്ഥനയായി അത് മാറാതെ ദൈവത്തിന്റെ വചനങ്ങൾ ഉരുവിടുന്ന പ്രാർത്ഥനയായി അത് മാറട്ടെ. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവവചനം കൂടെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് പോലെയായി മാറട്ടെ. ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യും. ആ വചനത്തിൽ നമ്മൾ ഇന്ന് പകലിലും ആശ്രയിക്കണം. ആ വചനത്തിന് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. വചനം ദൈവമാണെന്ന്, അല്ലെങ്കിൽ ദൈവത്തിനോളം വലിപ്പം ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സ്തോത്രം. യേശു കർത്താവിന് മുമ്പിൽ വന്ന 3 പരീക്ഷകളെ നമുക്കറിയാം. ആ 3 പരീക്ഷകളെയും കർത്താവ് അതിജീവിക്കുന്നത് വചനം വെച്ചുകൊണ്ടാണ്. സ്തോത്രം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, സ്തോത്രം, വചനത്തെ ആത്മാവിന്റെ വാളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. ആ പ്രതിസന്ധി മുമ്പിൽ വരുമ്പോ, സ്തോത്രം, നമുക്ക് സ്തോത്രം ഇങ്ങോട്ട് വരുന്നതിനെയൊക്കെ തടഞ്ഞു നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ പറയുന്ന ഒരൊറ്റ ആയുധമേ ഉള്ളൂ. അത് വാളാണ്. ദൈവത്തിന് സ്തോത്രം. അത് ആത്മാവിന്റെ വാളാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് പകൽ ഉയർന്നു പൊങ്ങി വരുന്ന എല്ലാ ദുഷ്ടന്റെ പോരുകളെയും പദ്ധതികളെയും തകർക്കാൻ ആത്മാവിന്റെ വാളെന്ന് കരത്തിലെടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുമ്പോൾ എത്ര പേര് ദൂതിന് ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിക്കുന്നുണ്ട്? വചനത്തിന് മുൻപാകെ ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇന്ന് പകൽ ആ വചനം വെച്ചുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിക്കുക. ആ വചനം വെച്ചുകൊണ്ടൊന്ന് വെട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രതിസന്ധി മാറിപ്പോകട്ടെ. ചെങ്കടലിന് മുമ്പിൽ ദൈവത്തിന് സ്തോത്രം നിലവിളിക്കുമ്പോൾ ദൈവം പറയുക, നീ എന്നോട് എന്തിനാ നിലവിളിക്കുന്നത്? ജനത്തോട് മുന്നോട്ട് പോകാൻ പറ. ഇന്ന് യഹോവ അവർക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളാൻ പറയുമ്പോൾ ഇന്ന് പകൽ അതേ വചനങ്ങൾ നിന്റെ മുൻപാകെയും വെളിപ്പെട്ട് വരട്ടെ. വചനവുമായി സമീപിക്കട്ടെ. യേശുവിന്റെ നാമം പറയുമ്പോൾ, യേശുവിന്റെ വചനം ഉരുവിടുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങൾക്ക് വെട്ടുകെട്ടുക. ആ പ്രതിസന്ധിക്ക് നമ്മളെ വിട്ടു മാറുക. ഉയർന്നു പൊങ്ങി വരുന്ന എല്ലാ വാദഗതികളെയും എല്ലാ പൈശാചിക പോരാട്ടങ്ങളെയും ഇന്ന് പകൽ വചനം കൊണ്ട് നേരിടട്ടെ. നോക്കിക്കേ, മുമ്പെങ്ങും രൂപപ്പെടാത്ത ഐക്യം. സ്തോത്രം. പിന്നീട് നമ്മൾ കണ്ടു, കർത്താവിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചു, സ്തോത്രം, വാക്യമുരവിട്ട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. അടുത്ത 2 വാക്യം കൂടെ വേഗത്തിൽ വായിക്കാം. 27. സംഭവിക്കണം എന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും. നോക്കിക്കേ, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ ഇവര് പറയുക. അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും നിയമിച്ചതാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. സ്തോത്രം. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. അത് അവര് കർത്താവിനെ പിടിച്ചങ്ങ് ക്രൂശിക്കുകയല്ല, അവൻ തന്നെത്താൻ എന്ത് ചെയ്യാണ്? ഏൽപ്പിച്ചു കൊടുത്തതാ. സ്തോത്രം. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നാണ് അവർ പറഞ്ഞു വെച്ചത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പഴയ കാര്യങ്ങളെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് രാവിലെ തങ്കമണി ആന്റി അത് ഓർത്ത് ദൈവത്തെ സ്തുതിച്ചെങ്കിൽ
ദൈവത്തിന് സ്തോത്രം. ഈ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്ന നല്ല അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം, അത് വീണ്ടും 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 ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ സ്തോത്രം പ്രവാചക പുസ്തകങ്ങളിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ് സ്തോത്രം, ഈ ചെങ്കടലിന്റെ മുമ്പിലുള്ള വിടുതലുണ്ടല്ലോ സ്തോത്രം, അത് ദൈവത്തിന് തൻ്റെ നാമത്തിനാണ് ഇസ്രായേൽ ജനത്തിന് ഓർക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഒരു പ്രത്യേക സംഗതിയാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം ആ അത്ഭുതത്തെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അതിങ്ങനെ പലപ്പോഴും പരാമർശിച്ച് സ്തോത്രം. ഇത് നടന്നിട്ട് എത്ര കൊല്ലമായി? സ്തോത്രം. ഇന്നും ചെങ്കടല് വഴിമാറുമെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് കൈയടിക്കുക, നമ്മളിരുന്ന് ആരാധിക്കുക. എന്താ അതിന്റെ പിന്നിലെ കാരണമെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി കൂടി ചെയ്യുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അവർ വിശ്വസിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു ഉറപ്പുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ നിശ്ചയിച്ചതാണ് സംഭവിച്ചതെങ്കിൽ ഇനി മുൻപോട്ടും നീ മുൻനിയമിച്ചതായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇന്ന് പകൽ ദൈവവേദന നീ ഒന്ന് വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്കകത്ത് നീ കരുത്ത് പ്രാപിച്ചാട്ടെ, പ്രാർത്ഥനയ്ക്കകത്ത് നീ ഒന്ന് ബലപ്പെട്ടാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അനുവദിച്ചതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിലും വരുന്ന മണിക്കൂറുകളിലും വരുന്ന നാളുകളിലും ദൈവം മുൻനിയമിച്ചത് മാത്രമേ നിന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതൊന്നും പരാജയമല്ല, അതൊക്കെ വിജയമായിരുന്നു. അത് അന്ന് നമുക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് നമ്മളത് തിരിച്ചറിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അവരുടെ ഉറപ്പ് കണ്ടോ, അവരുടെ ധൈര്യം കണ്ടോ? ദൈവത്തിന് സ്തോത്രം. നീ അനീതിപരമായി ഒന്നും ഞങ്ങളോട് ചെയ്യുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. നീ മുൻനിയമിച്ചതേ നടക്കുകയുള്ളൂ, നീ മുൻനിയമിച്ചതേ നടക്കുകയുള്ളൂ. ഇന്ന് പകൽ ദൈവവൈതലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉറപ്പോടുകൂടെ വേണം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. അവൻ മുൻനിയമിച്ചത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഉറപ്പ് പ്രാപിച്ചാട്ട ദൈവസന്നിധിയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്റെ ദൈവം മുൻ നിയമിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ അവൻ എന്നെ കണ്ടതാണ്. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ എന്നെ കുറിച്ച് അവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നുവെന്ന്. പ്രിയ ദൈവപൈതലേ, നിന്നെ പറ്റി ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിന്നെ പറ്റി അവന്റെ പുസ്തകത്തിൽ ഉണ്ടെന്നേ. നീ ജനിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുന്നമേ നീ എവിടെ നിൽക്കണമെന്ന്, നീ ആരുടെ മകനായി ജനിക്കണമെന്ന്, നീ ആരുടെ വീട്ടിൽ ജീവിക്കണമെന്ന്, നിന്റെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്ന്, നിന്റെ ഔദ്യോഗിക ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്, നിന്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കണമെന്ന് പത്രോസേ, നീ ഒരു കാലഘട്ടം മുഴുവൻ മുക്കുവനായി ജീവിച്ചതാണ്. എന്നാൽ ഈ കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നീ ശീമോനാണ്, നീ പത്രോസ് ആകും. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, നീ ആരാകുമെന്ന് അറിയാവുന്നവനാണ് നിന്നെ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശീമോനിൽ നിന്ന് പത്രോസിലേക്കുള്ള ദൂരം സ്തോത്രം ഒരുപാടുണ്ട്. അതൊന്നും പ്രസംഗിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, ഒരു അബ്രഹാമിനെ അബ്രഹാമാക്കി മാറ്റിയെങ്കിൽ, ഒരു സാറായിയെ സാറായാക്കി മാറ്റിയെങ്കിൽ, പ്രിയ ദൈവപൈതലെ, നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവനത് കഴിയും. ഇന്നിന്റെ ശോധനകളെ കണ്ട്, ഇന്നിന്റെ വേദനകളെ കണ്ട് നീ തളർന്നു പോകരുത്, നീ ഭാരപ്പെടരുത്. നിന്നെ പറ്റി ദൈവത്തിന്റെ കരത്തിൽ മഹത്വകരമായ പദ്ധതികളുണ്ട്. ഭീഷണിപ്പെടുത്തി ഒതുക്കി നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. ദൈവത്തിന് സ്തോത്രം. അവര് ഭീഷണിപ്പെടുത്തുകയാ. സ്തോത്രം. ഇത് ആൾക്കാര് വേറെയാ. സ്തോത്രം. എന്താണെന്നറിയാമോ? സ്തോത്രം. കാത്തിരുന്ന് പ്രാപിച്ചൊരു ദൈവകൃപയുണ്ട്. 10 ദിവസം കർത്താവിന്റെ വാക്ക് കേട്ട് ആ യെരൂശലേം പട്ടണത്തിൽ നിന്ന് വാങ്ങിപ്പോകാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ ഏറ്റെടുത്തത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ഭീഷണികൾ മുന്നിൽ വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം അതിന്റെ നടുവിൽ ശക്തിയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാ, അതിന്റെ നടുവിൽ ശക്തിയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാ. എന്നെ കേൾക്കുന്ന പ്രിയരേ, സ്തോത്രം. ഇത് ആൾക്കൂട്ടം വേറെയാ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് എഴുതണമെന്ന് തോന്നി. ദൈവത്തിന് സ്തോത്രം.
നോർത്ത് ഇന്ത്യയിലും മറ്റുമൊക്കെ ഇങ്ങനെ ആളുകളെ കൊണ്ട്, സുവിശേഷകന്മാരെ കൊണ്ട് അവരെ പിടിച്ചിട്ട് ജയിലിൽ അടയ്ക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, കർത്താവേ, ആ ജയിലറകൾ സഭായോഗങ്ങൾ നടക്കുന്ന കേന്ദ്രമായിട്ട് മാറ്റപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും. നിയമങ്ങൾ മാറി മറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം വാടക കൊടുക്കാതെ സർക്കാർ ചെലവിൽ ഞങ്ങളിരുന്ന് ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ അത് എത്ര പേരൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയൊന്നും നമ്മളെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. സ്തോത്രം. അങ്ങനെയൊന്നും നമ്മളെ തകർത്ത് കളയാൻ പറ്റില്ല. സ്തോത്രം. ഇത് ദൈവത്താൽ വിളിക്കപ്പെട്ട ജനമാ, ഇത് വിശുദ്ധ സഭയാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇവിടുത്തെ ഒരു വിപ്ലവകാരിക്കൊക്കെ, വിപ്ലവ പാർട്ടികൾക്കൊക്കെ അവർക്കൊരു രക്തസാക്ഷി ഉണ്ടാകുമ്പോൾ സ്തോത്രം വളരെ ആവേശമാണ്. സ്തോത്രം. അത് നല്ല കാര്യം, അവർ അതിനകത്താണ് ഊറ്റം കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു പടി കൂടെ കടത്തി പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല. സ്തോത്രം. അവർ രക്തം ചീന്തി മരണം കൊണ്ട് അവിടെ തീർന്നപ്പോൾ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ് ഞങ്ങളുടെ കർത്താവ്, നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. മരിച്ചു മൺമറഞ്ഞു പോയ ഒരുവന്റെ സ്മാരകത്തിന് മുമ്പിൽ ചെന്നിരുന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആവേശം കൊള്ളുന്നതും, മരിച്ചിട്ട് മൂന്നാം നാൾ ദൈവത്തിന് സ്തോത്രം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വന്നവനെയാണ് ഞാനും നിങ്ങളും പിൻപറ്റുന്നതെങ്കിൽ മരണത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരൊറ്റ ഗ്രൂപ്പേ ഉള്ളൂ. മരണത്തെ പേടിയില്ല. പിന്നെയാണോ ഹെരോദാവേ നിന്നെ, പിന്നെയാണോ പരീക്ഷകണത്തെ നിങ്ങളെ, പിന്നെയാണോ നേതാക്കന്മാരെ നിങ്ങളെ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മരണത്തെ പേടിയില്ലെന്നേ. സ്തോത്രം. പിന്നെയാണ് ഇവിടുത്തെ ഭരണതലങ്ങൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം. ഇത് ആരോടാ പറയുന്നത്? പോയി പണി നോക്കാൻ പറയണം. സ്തോത്രം. ഇത് ആൾക്കാർ വേറെയാ. സ്തോത്രം. നോക്കിക്കേ, അവര് ശക്തിയോടെ ദൈവസന്നിധിയിൽ നിന്നു, അവർക്കുള്ള വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിച്ചു. സ്തോത്രം. അവനറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം. എന്നിട്ട് ആ വിഷയത്തെ ദൈവകരത്തിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. സ്തോത്രം. 29-30 വേദവാക്യങ്ങൾ വായിച്ചേ. ആ ആ മതി. ദൈവത്തിന് സ്തോത്രം. എന്നെ ആ വാക്യങ്ങള് സ്തോത്രം വളരെ ചലഞ്ച് ചെയ്തു. സ്തോത്രം. ഞാനത് ആവർത്തിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോ ഒരു കാര്യം മനസ്സിലായി. സ്തോത്രം. ഞങ്ങളെ ഉപദ്രവിച്ചവർ നശിച്ചു പോകാനായിട്ട് അവിടെ ഒരു പ്രാർത്ഥനയില്ല. സ്തോത്രം. കണ്ടില്ലേ? സ്തോത്രം. ആ വിഷയത്തെ ദൈവകരത്തിലേക്ക് എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. പക്ഷേ ഞങ്ങളെ തർജ്ജനം ചെയ്ത സ്തോത്രം നമ്മളെ കാണാൻ ഞാൻ അവന്റെ പേര് നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ദൈവത്തിന്റെ പുതിയ നിയമത്തിനകത്ത് പ്രമാണമില്ല. സ്തോത്രം. ആ വിഷയത്തെ ദൈവകരത്തിലേക്ക് എന്ത് ചെയ്തു? കൊടുത്തു. സ്തോത്രം. എന്നിട്ട് അവര് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തണം. ഈ ഭീഷണിയുടെ മുമ്പിലൊന്നും ഞങ്ങളുടെ ആത്മവീര്യം കെട്ടുപോകാതെ നിന്റെ വചനം ശക്തിയോടെ ഒന്ന് പ്രസംഗിക്കാൻ. സ്തോത്രം. ആ അത്ഭുതങ്ങളും അടയാളങ്ങളും കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരി സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അന്മയുടെ ആ ഗർഭപാത്രം മുതൽ മുടന്തനായി ഒരുത്തനാണെങ്കിൽ സ്തോത്രം നീ ചെയ്ത ചില ശുശ്രൂഷകളുണ്ട്. എന്താ? സ്തോത്രം. മരണത്തിൽ നിന്നൊക്കെ ചിലർ ഉയർപ്പിച്ചില്ലേ, അതുപോലെ ചിലത് ഞങ്ങൾക്കും ചെയ്യണം. സ്തോത്രം. എന്നൊക്കെ പറഞ്ഞ് ആത്മാവിന്റെ പ്രദർശനം ഉണ്ടാകണമെന്നൊക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് 31-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഉറങ്ങി തൂങ്ങി ഒന്നും ഇരുന്ന് പ്രാർത്ഥിക്കരുത്. സ്തോത്രം. പ്രാർത്ഥനയ്ക്കകത്തൊക്കെ ഒരു ആവേശമൊക്കെ എന്ത് ചെയ്യണം? കാണിക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അധ്യാപകൻ പറഞ്ഞൊരു കമന്റ് എന്നെ ഭയങ്കര എനിക്കത് ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ഗതസമനയ്ക്കകത്ത് സ്തോത്രം ഇവരെല്ലാം കൂടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോ അവരുടെ കണ്ണിന് ഭാരമേറുകയാൽ ഉറങ്ങുന്നത് കണ്ടു. അപ്പൊ പുള്ളിക്കാരൻ അതിനൊരു വിവരണം കൊടുത്തത്, ഇവന്മാരുടെ കണ്ണിനകത്ത് ഇത്ര പ്രശ്നം, ഇവരുടെ കണ്ണിനകത്ത് ഇത്ര ഭാരം. പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഒന്നാമത് ഇവന്മാരുടെ തീറ്റയായിരുന്നു പ്രശ്നം. കാരണം പെസഹ റൂമിനകത്ത് പെസഹയൊക്കെ അടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, ഗതസമനിലോട്ട് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. നല്ല തണുത്ത കാറ്റും. സ്തോത്രം. അല്ലേ? ആ അല്പം മുമ്പ് കഴിച്ച പെസഹയും അപ്പവും വീഞ്ഞും ഇതെല്ലാം ഈ ആശമാരുടെ എന്ത് ചെയ്തു? ഉറക്കിക്കളഞ്ഞു.
അടുത്തത് എനിക്ക് തോന്നുന്നത്, അന്ന് പിന്നെ മൊബൈലൊന്നും ഇല്ല, ഇന്നിപ്പം നമ്മുടെയൊക്കെ മൊബൈലുണ്ട്. രാത്രി മുഴുവൻ ഇതെന്ത് ചെയ്യും? മൊബൈലിൽ കളിക്കും. എന്നിട്ട് ആലയത്തിനകത്ത് വന്ന് കണ്ണിന് ഭാരമേറുകയാൽ ഫ്രണ്ടിൽ നിൽക്കുന്നവരെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി എന്ത് ചെയ്യും? ഇങ്ങനെ വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് സ്തോത്രം, അവര് മറ്റൊരു ഭാഗത്തുണ്ട്, ഒരു വിഷാദത്താൽ ഉറങ്ങുക. അവരുടെ ജീവിതത്തിനകത്ത് ഏതൊക്കെയോ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കയറി വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നമ്മളാണെങ്കിലും സ്തോത്രം 3 മണിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്ത് ചെയ്യും? ഇരിക്കും. ആദ്യത്തെ 10 മിനിറ്റൊക്കെ നമ്മൾ ഇരുന്ന് നമ്മൾ സ്വന്തം തോളിൽ തല ചായച്ച് എന്ത് ചെയ്യും? നമ്മൾ ഉറങ്ങും. പെട്ടെന്ന് അലാറം കണ്ട് അടിക്കും. 4 മണിയാകുമ്പോൾ ചാടി എഴുന്നേറ്റിട്ട് നമ്മൾ പറയും, ഇന്ന് 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ കുഴപ്പം. സ്തോത്രം. അതായത് നമ്മൾ പറയുന്നത്, ഇന്ന് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ സ്തോത്രം, പ്രാർത്ഥന ഈ നിലകളിലാകട്ടെ. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച കാര്യം, അവർ കൂടിയിരുന്ന സ്ഥലം എന്ത് ചെയ്തു? കുലുങ്ങി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്കകത്തുള്ള മറുപടി സ്തോത്രം എപ്പോഴും ഒരുപോലെയല്ല, അത് വ്യത്യസ്തമാണ്. അത് അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥനാ റൂമിനകത്തേക്ക് കയറണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും എന്ത് ചെയ്യും? സംഭവിക്കും. അവിടുത്തെ അടുത്ത പദം ഇങ്ങനെയുണ്ട്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയ്ക്കായിട്ട് കയറിയ ഒരു മനുഷ്യനെ പോലും നിറയ്ക്കാതെ പരിശുദ്ധാത്മാവ് വിട്ടില്ല. അവരൊരു മനസ്സോടെ കയറിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ ദൃഷ്ടിയിൽ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് അവരെല്ലാവരും എന്ത് ചെയ്തു? നിറച്ചു. അവര് പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് ധൈര്യത്തോടെ വചനം സംസാരിക്കാനായിട്ട് എന്ത് ചെയ്യണം? കൃപ തരണം. കർത്താവ് ചെയ്തത്, അവരെ ആത്മാവ് കൊണ്ട് എന്ത് ചെയ്തു? നിറച്ചു. ആത്മാവ്, പരിശുദ്ധാത്മാവ്, അത് ദൈവമാണെന്ന് നമുക്കറിയാം. ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോ പിന്നെ ഒരു പേടിയും അവർക്കില്ല. അപ്പൊ ചില വിഷയത്തിനകത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ സ്തോത്രം, നമ്മളെ ആത്മാവ് കൊണ്ടൊന്ന് നിറച്ച് ബലപ്പെടുത്താനും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഒറ്റ വാക്കും കൂടെ പറയാം. സ്തോത്രം. ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു എന്നവിടെ പറഞ്ഞു നിർത്തുമ്പോൾ സ്തോത്രം, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. സ്തോത്രം, അവർ പ്രാർത്ഥിച്ച സാഹചര്യം മാറിയോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. അവരുടെ സാഹചര്യം മാറിയില്ല, പക്ഷെ അവര് മാറി. ലോ, ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ടോ? അവർക്ക് മാറ്റം വന്നു, അവര് മാറി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന നമ്മുടെ സാഹചര്യത്തെ മാറ്റിയാലും ശരി, മാറ്റിയില്ലെങ്കിലും ശരി, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയാം, പ്രാർത്ഥന നിന്നെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് രൂപാന്തരം വരുത്തും. നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറും. നീ വ്യക്തിപരമായി നിനക്കൊരു മാറ്റം വരും. ഇന്ന് പകലിൽ സ്തോത്രം, പ്രാർത്ഥനാ മുറിയിലേക്കൊന്ന് കയറുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം തരുമ്പോൾ, നമ്മൾ കണ്ടില്ലേ ദൈവത്തിന് സ്തോത്രം, ആ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തിന് സ്തോത്രം, ശത്രു നശിച്ചു പോകണമെന്ന് പറഞ്ഞല്ല അവർ പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് നിന്റെ വചനം പറയണം. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് നിന്റെ കൃപകളെ പറ്റി പറയണം. അതിനവർ വചനം ഉരുവിട്ടു. നീ നടക്കുന്നതേ സംഭവിക്കത്തു, നീ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ എന്നുള്ള ബോധ്യത്തോടൊക്കെയും അവർ ദൈവസന്നിധിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആള് മാറിയവരെ പോലെ കർത്താവ് അവരെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയുടെ ശൈലികൾ മാറുന്ന ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, രീതികൾ മാറുന്ന ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആള് മാറിയവരെ പോലെ നമ്മൾ പുറത്തു വരും. നോക്കിക്കേ, ഒരു സാധാരണക്കാരനായ പത്രോസിനെ, ഭയന്നോടിയ പത്രോസിനെ, തള്ളിപ്പറഞ്ഞ പത്രോസിനെ അവൻ പ്രാർത്ഥനക്കാരനായി മാറിയപ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ അനേകർക്ക് ആശ്വാസകനായി മാറി. തള്ളിപ്പറഞ്ഞ അതേ വാക്കുകൊണ്ട് 3000 പേരെ ദൈവ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുവാൻ അവന് കഴിഞ്ഞു. അവൻ നടന്നു പോകുമ്പോൾ അവന്റെ നിഴല് തട്ടിയിട്ട് രോഗികൾ സൗഖ്യമാകത്തക്കവണ്ണം കർത്താവ് അവന്റെ രീതികളെ മാറ്റിയെങ്കിൽ, അവന്റെ ജീവിതത്തെ മാറ്റിയെങ്കിൽ, ഇത് മറ്റൊന്നും കൊണ്ടല്ല, ആ ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ടത്, ആ പരിശുദ്ധാത്മാവിനാൽ, അതുപോലെ അവന്റെ പ്രാർത്ഥനയാൽ അത് സാധ്യമായെങ്കിൽ ദൈവത്തിന് സ്തോത്രം. നാം വായിച്ചു വെച്ചതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയുടെ രീതികൾ മാറട്ടെ. പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയം ദൈവസന്നിധി ചെലവഴിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.